AKG സെൻറ്റർ ആക്രമണം കഴിഞ്ഞ് 80 ദിവസം അതിൽ 70 ദിവസവും ഏതാണ്ട് മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. IP ബിനുവിനെ പ്രതി ചേർക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കണ്ടെത്തി എന്നുള്ള നിലയ്ക്ക് തന്നെ എത്തിയിട്ടുണ്ട്. പോലീസ് ഗൂഢാലോചന നടത്തിയിട്ട് പ്രതികളെ മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ള കേസുകൾ ഒതുക്കാൻ വേണ്ടിയിട്ട് മാധ്യമ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ആക്രമണമാണ് എന്നൊക്കെ വലിയ ആഘോഷങ്ങളായിരുന്നു കേട്ടോ. 80 ദിവസത്തിൽ 70 ദിവസവും അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ. പ്രതിയിലേക്ക് എത്തുമ്പോൾ പ്രതികൾക്ക് ഉപദേശം കൊടുക്കാനായിട്ട് മാധ്യമപ്രവർത്തകർ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള നിലയ്ക്കുള്ള തെളിവുകളാണ് പിന്നീട് പുറത്തു വന്നത്. നമുക്ക് കൊടകര കുഴൽപ്പണത്തെക്കുറിച്ച്, കൊടകരക്ക് അവിടെയാ പറയട്ടാ, കൊടകരയിൽ വഴി നടക്കുമ്പോൾ അടിപിടി നടക്കുന്നു. ഇത് അടിപിടിയല്ല, കൊടകര കുഴൽപ്പണം കൊണ്ടുവരുമ്പോൾ അത് കളവ് ചെയ്ത ഒരു പരിപാടിയാണ്. നമ്മുടെ സതീശേട്ടൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, നമ്മളത് കേട്ടു. തുടർച്ചയായിട്ട് അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വരുന്നുണ്ട്. അതിന് ഇടയ്ക്കാണ് നമ്മുടെ ഉരുക്കു വനിത എന്നുള്ള നിലയ്ക്ക് പേരെടുത്ത ശോഭാ സുരേന്ദ്രൻ വന്ന് എന്തൊക്കെയോ പറഞ്ഞത്, മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ എന്തൊക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് ആൻഡോ അഗസ്റ്റിനെതിരെയും പറഞ്ഞു. ആൻഡോ അഗസ്റ്റിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൻഡോ അഗസ്റ്റ് മറുപടി പറഞ്ഞു. അപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാവണം. ശോഭയ്ക്ക് മറുപടി വേണ്ടേ എന്നാണ് ചോദ്യം. ഈയുടെ വ്യക്തി ജീവിതത്തിലേക്കോ അവരുടെ സ്വകാര്യ ജീവിതത്തിലോ ഏതെങ്കിലും സൗഹൃദത്തിന്റെ ഭാഗമായി എടുത്ത ദൃശ്യങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ പുറത്തുവിടുന്നത് ഒരു സാധാരണ രീതിയല്ല. ഞങ്ങളും അതിനെ പിന്തുണയ്ക്കുന്നില്ല. എന്നാൽ ഒരു ചാനലിനെതിരെ, ചാനലുകൾക്കെതിരെ, നിരന്തരം ആ ചാനലുമായി ബന്ധപ്പെട്ടവർക്കെതിരെ ഒരു ബോധ്യവുമില്ലാതെ ഓരോ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയുമ്പോൾ അറിയില്ല, ഈ കമ്പനി ഇത് കണ്ടോ, ഇത് കമ്പനി മറ്റത് കണ്ടോ, ഹോട്ടൽ മുതലാളി, എന്റെ വീട്ടിലിരിക്കുന്ന ഭാര്യ, മക്കൾ, കുടുംബാംഗങ്ങൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ താങ്കൾക്ക് ശോഭാ സുരേന്ദ്രനുമായി ഏകദേശം എത്ര വർഷത്തെ പരിചയമുണ്ട്? ഇത് 2011 അല്ല, ഇത് 2024 എത്ര വർഷമായി? 13 വർഷമായി, 14 വർഷമായി താങ്കൾക്ക് ശോഭാ സുരേന്ദ്രനെ അറിയാം. താങ്കളുടെ വീട്ടിൽ പലതവണയല്ല അരുൺ. ഞാൻ ഇന്നലെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പം ഇത് കഴിഞ്ഞു, ഇന്നത്തെ വാർത്താ സമ്മേളനം വരുന്നു. ഇന്നത്തെ വാർത്താ സമ്മേളനം വരുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കാണ്. കാരണം ഞാൻ ഇന്നലെ എന്താണ് പറഞ്ഞത്, ഞാൻ ഇന്നലെ വളരെ മര്യാദയ്ക്ക് ഈ സ്ത്രീയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. കാരണം ഇവര് ഞാനെന്തോ അറിയില്ലാത്ത വേറെ ഏതോ ലോകത്തുനിന്ന് വന്ന് ഇന്നേ വരെ കാണാത്ത ഒരു പരിചയം, ഈ പരിചയം നമ്മൾ പറഞ്ഞല്ലേ പറ്റുള്ളൂ. കാരണം അപ്പൊ ഞാൻ ഇന്നലെ കറക്റ്റായിട്ട് പറഞ്ഞു, ഞാൻ ഇവർക്ക് പിന്നെന്താണ് ഹോട്ടൽ മുറി എടുത്തു കൊടുത്തിട്ടുണ്ട്. ഹോട്ടൽ മുറി എടുത്തു കൊടുക്കുന്ന പറയുന്നെങ്കിൽ സാധാരണ ഒരു ബിസിനസ്സുകാരെന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് പണം കൊടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? സാധാരണ നമ്മൾ കൊടുത്തില്ല, ഫണ്ടിങ്ങും പ്രചരണവുമായി ബന്ധപ്പെട്ട് ആരെയും നമ്മളിതിൽ കക്ഷിയില്ല, ഇവരായിട്ട് തീർക്കട്ടെ. പക്ഷേ വാർത്ത ഇനിയിപ്പോൾ പുറത്തേക്ക് പോകാണ്ട് ഇവർ തമ്മിൽ തീർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാലുള്ള ഒരു കഥ ആലോചിച്ച് നോക്കി. നമ്മൾ പറയില്ലേ, എൻ്റെ വീട്ടിലെ വാർത്തകൾ എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എത്ര ദിവസം എന്നെനിക്കറിയില്ല. എന്തായാലും നമ്മൾ പറയാം, അവരുടെയൊക്കെ തല്ല് കണ്ട് ആസ്വദിച്ച് അതൊക്കെ വാർത്ത ചെയ്തിരുന്ന ആളുകൾ, അഖിൽ മാത്യു കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള വ്യാജ വാർത്ത ചെയ്ത ആളുകൾ, മിടിക്കാത്ത ഹൃദയം വ്യാജ വാർത്ത ചെയ്തുള്ള ആളുകൾ. അരുൺ, ഞാൻ പറയുന്നത് ഇവിടെ വ്യാജ വാർത്ത നടക്കുന്നുണ്ട് എന്ന് TV പ്രസാദ് ചെയ്യേണ്ടുന്ന ഒരവസ്ഥ, സ്വന്തം മുതലാളി മരം മുറിച്ചില്ല എന്ന് പറയുന്ന അരുണിൻ്റെ ഒരവസ്ഥ, ശോഭാ സുരേന്ദ്രനെ എന്താ പറയുക തലയിൽ വെച്ചും ഇപ്പോൾ മറ്റേ ഇന്നസെൻ്റ് വില പറഞ്ഞ പോലെ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, ചെറിയ ചെറിയ ഉറുമ്പരിക്കും എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ. ഇതൊക്കെ നമ്മളുടെ ഒരു അവസ്ഥ തന്നെയാണ്. ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ വഴി കൂടെ കാണാം.